സംസ്ഥാനത്തെ രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിയിൽ പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയ നോട്ടീസിന് അനുമതി നൽകി സ്പീക്കർ റോജി എം ജോണാണ് പ്രമേയ നോട്ടീസ് അവതരിപ്പിച്ചത്. കൂടുതൽ വിവരങ്ങളുമായി രശ്മി കാർത്തിക ചേർന്നുണ്ട്. രശ്മി, എങ്ങനെ നോക്കിക്കാണാം? രശ്മി, കേൾക്കാമെങ്കിൽ സംസ്ഥാനത്തെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ് ഇപ്പോൾ പ്രതിപക്ഷം അടിയന്തര പ്രമേയം സമർപ്പിച്ചിരിക്കുന്നത്. എങ്ങനെ നോക്കിക്കാണാം? രശ്മി, കേൾക്കാമെങ്കിൽ നിലവിൽ സഭയിൽ ഇന്ന് പ്രതിപക്ഷം നിലപാട് ഘടിപ്പിക്കുകയാണ്. സംസ്ഥാനത്തെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ പ്രതിപക്ഷം ഇപ്പോൾ അടിയന്തര പ്രമേയം സമർപ്പിച്ചിരിക്കുന്നു. എങ്ങനെ നോക്കിക്കാണാം? അതിരൂക്ഷമായി തുടരുന്ന സാഹചര്യമുണ്ട്. ഈ സാഹചര്യത്തിലാണ് അടിയന്തര പ്രമേയമായി നിർത്തിവെച്ച വിഷയം ചർച്ച ചെയ്യാം എന്നുള്ളതാണ് മുഖ്യമന്ത്രി സഭയിൽ അറിയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ കുറേ ദിവസമായി തന്നെ ഈ ഒരു വിഷയം, അതായത് കുറേ നാളുകളായി തന്നെ സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധി, രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നുണ്ട്. ഈ ഒരു വിഷയം അടിയന്തര പ്രമേയമായി പ്രതിപക്ഷം സഭയിൽ കൊണ്ടുവന്നത് വളരെ ഉപകാരപ്രദമായി എന്നുള്ളതാണ് മുഖ്യമന്ത്രി മറുപടിയായി പറഞ്ഞൊരു കാര്യം. ഏതായാലും ഈ ഒരു മണിക്ക് സഭ നിർത്തിവെച്ച് ഈ വിഷയം, കടുത്ത സാമ്പത്തിക പ്രതിസന്ധി വിഷയം ചർച്ച ചെയ്യും. 15ാം നിയമസഭയുടെ 7ാമത്തെ ചർച്ചയാണ് നടക്കുന്നത്. നേരത്തെയും വിവിധ വിഷയങ്ങളിൽ AKG സെന്റർ ആക്രമണം, അതോടൊപ്പം തന്നെ സിൽവർ ലൈൻ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ സാമ്പത്തിക പ്രതിസന്ധി സഭ നിർത്തിവെച്ച് തന്നെ ചർച്ച ചെയ്യണം. കാരണം യഥാർത്ഥ വസ്തുത മനസ്സിലാക്കാൻ ഇത്തരത്തിലുള്ള ഒരു ചർച്ച അനിവാര്യമാണ് എന്നുള്ളതാണ് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞ ഒരു കാര്യം. അതായത് തുടക്കം മുതൽ തന്നെ, അതായത് പലകുറി ആവർത്തിച്ച് സർക്കാർ പറയുന്ന ഒരു കാര്യമുണ്ട്. കേന്ദ്രത്തിന്റെ ഈ ഒരു ഇടപെടലാണ്, അല്ലെങ്കിൽ ഇത്തരത്തിൽ കേന്ദ്രം ഫണ്ടുകൾ വെട്ടിക്കുറച്ചതാണ് സംസ്ഥാനം ഇത്രത്തോളം കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നതിനുള്ള കാരണം എന്ന് കേന്ദ്രത്തിന് മേൽ പഴിചാരിക്കൊണ്ട് രക്ഷപ്പെടാനുള്ള ഒരു ശ്രമമാണ് സർക്കാർ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ആ രീതിയിൽ മറുപടി പറയാൻ തന്നെ, അതായത് വസ്തുത മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ സഭ നിർത്തിവെച്ച് ഈ വിഷയം ചർച്ച ചെയ്യാം എന്നുള്ളതാണ് ഈ ഒരു മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്. റോജി എം ജോണാണ് ഇത്തരത്തിൽ അടിയന്തര പ്രമേയത്തിന് സഭയിൽ നോട്ടീസ് നൽകിയത് സാമ്പത്തിക പ്രതിസന്ധി വിഷയത്തിൽ. ഏതായാലും ഈ വിഷയം 1 മണി മുതൽ 3 മണി വരെ സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യും. പ്ലാൻ ഫണ്ടുകൾ പോലും നൽകാനില്ലാതെ കടുത്തമായിട്ട് ഓരോ വകുപ്പുകളും കടുത്ത ബുദ്ധിമുട്ട് സംസ്ഥാനത്ത് അനുഭവിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസവും നിയമസഭയിൽ ഈ ക്ഷേമ പെൻഷൻ വിഷയം പ്രതിപക്ഷം സഭയിൽ ഉയർത്തിക്കൊണ്ടുവന്നിരുന്നു. KSRTC ശമ്പളം നൽകാനില്ല, അതോടൊപ്പം തന്നെ ഈ മാസങ്ങളായി പെൻഷൻ കൊടുക്കാത്തൊരു സാഹചര്യം KSRTC ട്രഷറി നിയന്ത്രണം ഉൾപ്പെടെ ഏർപ്പെടുത്തിയിരിക്കുന്നു. ഈ നിയമസഭ ആരംഭിച്ച സമയത്ത് തന്നെ ഈ ചോദ്യോത്തര വേളയിലും ഈ നികുതി ചോർച്ചയുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളാണ് ചോദ്യമായി പ്രതിപക്ഷം ഉന്നയിച്ചത്. അതിന് ധനമന്ത്രി KN ബാലഗോപാൽ മറുപടി പറഞ്ഞു. അതിനുശേഷമാണ് അടിയന്തര പ്രമേയമായി ഈ ഒരു വിഷയം, അതായത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധി എന്നുള്ള വിഷയം അടിയന്തര പ്രമേയമായി റോജി എം ജോൺ കൊണ്ടുവന്നത്. ഏതായാലും ഈ വിഷയം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യും. 1 മണിക്ക് ചർച്ച ആരംഭിക്കും. വിഷ്ണു. രശ്മി, മറ്റൊരു കാര്യം കൂടി എടുത്തു പറയുകയാണെങ്കിൽ, ഒരുപക്ഷെ നമുക്കറിയാം, കുറച്ച് നാളുകൾക്ക് മുമ്പ് കേന്ദ്ര ധനമന്ത്രി കേരളത്തിൽ വന്നപ്പോൾ അവർ പറഞ്ഞൊരു കാര്യം, കേരളം കൃത്യമായുള്ള കണക്കുകൾ സമർപ്പിക്കുന്നില്ല എന്നുള്ളൊരു കാര്യം കേന്ദ്ര ധനമന്ത്രി എടുത്തു പറഞ്ഞിരുന്നു. ഒരുപക്ഷെ ഇപ്പോൾ നിയമസഭയിൽ പ്രതിപക്ഷം ഇത്തരത്തിലുള്ള ചോദ്യങ്ങളോ അല്ലെങ്കിൽ ഭരണപക്ഷത്തോടുള്ള ഇതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ ഉന്നയിക്കുമ്പോൾ ഒരുപക്ഷെ ഇത്തരം വസ്തുതകളൊക്കെ തന്നെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു ഒരു ആക്രമണം പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാവും എന്നല്ലേ കരുതേണ്ടത്? അത്തരത്തിലുള്ളൊരു ആക്രമണം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ തന്നെയാണ് സാധ്യത. കാരണം ആ ഒരു വാദങ്ങൾ തന്നെയായിരിക്കും നിരത്തുക. ഇതിനെ ഏത് രീതിയിൽ, അതായത് കേന്ദ്രത്തിന് മേൽ പഴിചാരിക്കൊണ്ട് ഇതിനെ നേരിടാൻ ഉള്ളൊരു ശ്രമമാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുക എന്നുള്ളതിൽ തർക്കമില്ല. കാരണം അമിതമായിട്ടുള്ള ദൂർത്താണ് സംസ്ഥാനത്ത് നടക്കുന്നത്. അത് ഓരോ പരിപാടികളും, ഇവൻ കേരളീയം പരിപാടികളിലാണെങ്കിലും പിന്നീട് സംസ്ഥാന സർക്കാർ നടത്തുന്ന ഓരോ പരിപാടികളും അമിതമായിട്ടുള്ള ദൂർത്താണ്. കോടിക്കണക്കിന് രൂപയാണ് ഇതിനായി ചിലവഴിക്കുന്നത്. ഇതൊക്കെ തന്നെ
കൃത്യമായിട്ടുള്ളൊരു സാമ്പത്തിക മിസ്മാനേജ്മെന്റ് ആണ് സംസ്ഥാനത്ത് നടക്കുന്നത്. ഇത് നേരത്തെ തന്നെ കേന്ദ്രമന്ത്രി വി മുരളീധരൻ ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ചൊരു വിഷയമാണ്. ഈ രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ സംസ്ഥാനത്തെ സാഹചര്യം അതീവ ഗുരുതരമാകും എന്നുള്ള ഒരു സാഹചര്യമൊക്കെ സംസ്ഥാനത്ത് നിലനിൽക്കുന്നുണ്ട്. ഏതായാലും ഈ ഒരു വിഷയത്തിൽ കേന്ദ്രം കൃത്യമായി നേരത്തെ ധനമന്ത്രി KN ബാലഗോപാൽ തന്നെ നേരത്തെ ചോദ്യോത്തരവേളയിൽ മറുപടി പറഞ്ഞത് 50% ഫണ്ടെങ്കിലും കേന്ദ്രം അനുവദിക്കുകയാണെങ്കിൽ നിലവിലുള്ള പ്രതിസന്ധി മറികടക്കാൻ കഴിയും എന്നുള്ളതാണ്. കാരണം കേന്ദ്രം ഫണ്ടുകൾ അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഉയർത്തിക്കാട്ടുന്ന ഒരു കാര്യം. പക്ഷേ കൃത്യമായി തന്നെ നൽകുന്ന കണക്കുകൾക്ക് അനുസരിച്ചുള്ള, അതായത് കൃത്യമായി ഫണ്ടുകൾ കേന്ദ്രം അനുവദിക്കുന്നുണ്ട്. സംസ്ഥാനത്തെ ഈ നിലവിലെ ഒരു സാഹചര്യത്തിന് കാരണം ഈ അമിതമായിട്ടുള്ള ധൂർത്തും സാമ്പത്തിക മിസ്മാനേജ്മെന്റുമാണ് എന്നുള്ളത് വളരെ വ്യക്തമായിട്ടുള്ള കാര്യമാണ്. ഓരോ വകുപ്പുകളും മുന്നോട്ട് പോകാൻ കഴിയാത്ത തരത്തിൽ, അതായത് പ്ലാൻ ഫണ്ടുകൾ പോലും ലഭിക്കാതെ വലിയ രീതിയിൽ ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യം സംസ്ഥാനത്ത് നിലനിൽക്കുന്നുണ്ട്. ഇതിനൊക്കെ തന്നെ ഈ ഒരു വിഷയം വളരെ ഗൗരവമുള്ളതാണ് എന്നുള്ളതാണ് പ്രതിപക്ഷം മുന്നോട്ട് വെക്കുന്ന ഒരു കാര്യം. ഈ രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ സംസ്ഥാനത്തിന്റെ ഗതി എന്താകും? അതായത് കടമെടുത്ത് ആ കടം തിരിച്ചടിക്കാൻ കഴിയാത്തുള്ള അത്രത്തോളം കടക്കെണിയിലേക്കാണ് സംസ്ഥാനം നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇതിനെയൊക്കെ തന്നെ പല തരത്തിൽ ന്യായീകരിക്കാനുള്ള ഒരു ശ്രമം, അത് മുഖ്യമന്ത്രി ആദ്യം ഇതിന് മറുപടി പറഞ്ഞ സമയത്ത് തന്നെ, അതായത് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകി മുഖ്യമന്ത്രി ഇതിന് മറുപടി പറയുന്ന സമയത്ത് തന്നെ ഈ ഒരു വിഷയം കൊണ്ടുവന്നത് വളരെ പ്രയോജനപ്രദമായി, വളരെ നല്ല കാര്യമാണ്. കാരണം വസ്തുത ജനങ്ങളെ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ വിഷയം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യാം എന്നുള്ളത് തന്നെയാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. എന്തൊക്കെ ന്യായങ്ങളായിരിക്കും ഈ ഒരു ഭരണപക്ഷം നിരത്തുക എന്നുള്ളത് കണ്ടറിയേണ്ടിയിരിക്കുന്നു. സ്വാഭാവികമായും നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ കേന്ദ്രത്തിന് മേൽ പഴിചാരി രക്ഷപ്പെടാനുള്ളൊരു ശ്രമമാണത്. ഓരോ കാര്യങ്ങളിലും സംസ്ഥാന സർക്കാരിന്റെ അമിത ധൂർത്ത് നമുക്ക് മനസ്സിലാകും. അത് കേരളീയം പരിപാടി ഉൾപ്പെടെ കോടിക്കണക്കിന് രൂപ ചിലവഴിച്ച് നടക്കുന്നു. അതിനുശേഷം നവകേരള സദസ്സ് സംഘടിപ്പിക്കുന്നു. നവകേരള സദസ്സിൽ ആർഭാടമായി ആ ഒരു പരിപാടി കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള നവകേരള സദസ്സ് ആർഭാടമായി നടത്തുന്നതിന് വേണ്ടി കോടിക്കണക്കിന് രൂപയാണ് ചെലവഴിച്ചിരിക്കുന്നത്. ഓരോ വകുപ്പിന്റെ പ്രവർത്തനം പോലും താളം തെറ്റിച്ചുകൊണ്ട് കോടിക്കണക്കിന് രൂപ ഇതേ രീതിയിൽ അനാവശ്യമായി ചിലവ് നടത്തുന്നു. അതോടൊപ്പം തന്നെ വിദേശ യാത്രകൾ നടത്തുന്നു. അനാവശ്യമായി ഓരോ കാര്യങ്ങൾക്കും പലതരത്തിലാണ് ഈ പണം വകമാറ്റി ചിലവഴിക്കുന്നു, അമിതമായി ധൂർത്ത് നടത്തുന്നു. ഇത് തന്നെയാണ് സംസ്ഥാനത്തിന്റെ ഈ ഒരു ഗതിക്ക് കാരണമായിട്ടുള്ളത്. അമിതമായി കടം വാങ്ങി ആ കടം തിരിച്ചടയ്ക്കാൻ പോലും വീണ്ടും കടമെടുക്കേണ്ട ഒരു സാഹചര്യമാണ് സംസ്ഥാനത്ത് നിലനിൽക്കുന്നത്. ഏതായാലും ഈ ഒരു പ്രത്യേക സാഹചര്യം ഇന്ന് സഭ ചർച്ച ചെയ്യും. ഇതിൽ പ്രതിപക്ഷം എന്തൊക്കെ വാദങ്ങൾ ഉന്നയിക്കും എന്നുള്ളതും കണ്ടറിയേണ്ടിയിരിക്കുന്നു. അതോടൊപ്പം മറുപടി പറയുന്നതും ഒരുപക്ഷെ നേരത്തെ മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ തന്നെ കേന്ദ്രത്തിന് മേൽ ഈ ഒരു 50% പോലും ഫണ്ടുകൾ അനുവദിക്കുന്നില്ല, അതാണ് ഈ ഒരു പ്രതിസന്ധിക്ക് കാരണം എന്ന് പറഞ്ഞുകൊണ്ട് രക്ഷപ്പെടാനുള്ള ഒരു ശ്രമമായിരിക്കും സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാവുക. വിഷ്ണു, വ്യക്തമാണ്. സംസ്ഥാനത്തെ രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിയിൽ പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയ നോട്ടീസിന് അനുമതി നൽകിയിരിക്കുകയാണ്. റോജി എം ജോൺ MLA ആണ് പ്രതിപക്ഷത്തിന് വേണ്ടി പ്രമേയ നോട്ടീസ് നൽകിയിട്ടുള്ളത്. രശ്മി കാർത്തികയാണ് വിശദമായ റിപ്പോർട്ടുകൾ പങ്കുവച്ചത്.